ഇവർ രണ്ടുപേരും എൻ്റെ ചെറുപ്പകാലവും അവരുടെ കുട്ടിക്കാലവും തന്നെ മനസ്സിലേക്ക് വന്നിട്ടുള്ളവരുമാണ്. പക്ഷെ എനിക്ക് പലപ്പോഴും അവരുടെ മുമ്പിൽ ചൂളിയിരിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. അത് ഇവരുടെ അടുത്ത് മാത്രമല്ല, പലപ്പോഴും പല ഇടങ്ങളിലും എന്നോട് സ്നേഹമുള്ളവരുടെ മുമ്പിലെല്ലാം. കാരണം ജനങ്ങൾക്കൊരറിവുണ്ട് ലോകത്തോടെ. വിദ്യ, ധനം, പ്രബുദ്ധം, അങ്ങനെ വേറെ തരത്തിലുള്ള ചില അറിവൊക്കെയാണ് മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. പിന്നെ കൂടുതലുള്ളത് മതപരമായോ അതിൻ്റേതായ ജീവിതം കൊണ്ടുള്ള കർമ്മശേഷിയോ ആ വഴിക്കൊക്കെ പല പരമ്പരാഗതമായി വന്നിട്ടുള്ള ഗുരുപരമ്പരയും പ്രവാചക പരമ്പരയുണ്ട്. ഇതിൽ ആർക്കും ഇത് മറിച്ചു പറയാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷേ ഇത് 4-5 പേര് മാത്രം ഒരു രംഗം ഇവിടെ പറഞ്ഞ് വെച്ചിട്ട് പോയിട്ടുണ്ട്. ഇത് ഈ മതബോധമില്ലാത്തതുകൊണ്ട് അവരെ അംഗീകരിക്കാനും കൂടി നമുക്ക് കഴിഞ്ഞില്ല. ചുരുക്കി നമ്മൾ പറയുകയാണെങ്കിൽ, അടുത്ത കാലങ്ങളിൽ വന്ന സിഖ് മതം, ജൈനൻ, ബൗദ്ധൻ, യേശു, നബി, ഇത്രയാണ് അല്ലെങ്കിൽ അതൊരു ഗുരുപരമ്പരയില്ല, അതിന് പേര് പറയാനൊക്കില്ല. അതായത് രാസാസ്വാമി എന്ന് പറയും, വട ഇന്ത്യയിലാണ്. മറ്റു മതങ്ങൾ വലിയ ആശ്രമങ്ങളൊക്കെ ഉണ്ട്. ശ്രീശങ്കരൻ മുതൽ ഇങ്ങോട്ട് പിന്നെ ശ്രീശങ്കരൻ പറഞ്ഞതിനെ തിരുത്തി പറഞ്ഞത് മദ്വനാണ്.